നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസിനകത്ത്. ക്വസ്റ്റ്യൻസ് അറിയാമോ നോക്കിക്കേ. ഭൂമധ്യരേഖാ പ്രദേശത്തെ മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചതിന് ശേഷം നോക്കാം. നെക്സ്റ്റ്, ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അറിയത്തില്ലെങ്കിൽ പാസ് പറഞ്ഞോളൂ, തെറ്റു പറയണ്ട. ഓക്കെ, ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ സ്ഥിതി ചെയ്തിട്ടും വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം ഏതാണ്? കിളിമഞ്ചാരോ, എവറസ്റ്റ്, ആൽപ്സ്, അറ്റ്ലസ് എന്നിവയാണ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ഭൂമധ്യരേഖാ മേഖലയിൽ ലഭിക്കുന്ന ശരാശരി വാർഷിക മഴയുടെ അളവ്. ഭൂമധ്യരേഖാ മേഖലയിൽ ഇപ്പൊ ലോകത്തിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കിക്കോണം, എന്നാലേ പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. മലേഷ്യയിലെ ദ്വിതീയ വനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ പൊതുവായി വിളിക്കുന്ന പേര്. മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട തോട്ടവിള. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ പരമ്പരാഗത കൃഷിരീതി ഏതാണ്? മലേഷ്യയിലെ പ്രധാനപ്പെട്ട തദ്ദേശീയവാസികളായ ഗോത്ര വിഭാഗം ഏത്? ഓക്കെ, ഇനി നോക്കാമേ. തുന്ദ്ര പ്രദേശങ്ങളിൽ ജൂലൈ മാസത്തിലെ ശരാശരി താപനില എത്ര ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്? 10 ഡിഗ്രി സെൽഷ്യസിൽ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, SCRT അല്ലേ. 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. ഇവിടെ ശൈത്യകാല താപനില -50 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. അപ്പൊ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് വരാറുണ്ട്. തുന്ദ്ര പ്രദേശങ്ങൾ എവിടെയാണ്? തുന്ദ്ര മേഖലയില് ജൂലൈ മാസത്തിൽ നോർമലി എത്ര താപനില വരുന്നുണ്ട്? 10 ഡിഗ്രി. അതാണ് കോമൺലി പരീക്ഷയ്ക്കകത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി ആ ഒരു ടൈമിൽ ശൈത്യകാലം അവിടെ ആകുന്ന ടൈമിൽ എത്ര വരെ പോകാറുണ്ട്? -50 ഡിഗ്രി സെൽഷ്യസ് വരെ. അതായത് വെറും 10 ഡിഗ്രി ആണ് ഇവിടെ പറയുന്നത്, പ്ലസ് 10 ഡിഗ്രി. ഇവിടെ ശൈത്യകാലത്ത് പറയുന്നത് എന്താ? -50. 10 എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ തണുത്ത് പറിച്ചു പോകും. സോ തുന്ദ്ര പ്രദേശങ്ങളിൽ ഏത് മാസത്തിലാണ് 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വരുന്നത് ശരാശരി താപനില? ജൂലൈ മാസം. ഏത് മാസത്തിലാണ്? ജൂലൈ മാസത്തിൽ ആണ്. ഇനിയും നോക്കാം, ഇവിടെ എന്തൊക്കെ ആണ് വിഭവങ്ങള്? ക്വാങ്ക, സോംബെ, ഫുഫു എന്നിവ ഇവിടുത്തെ മരച്ചീനി കൊണ്ടുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങളാണ്. എവിടുത്തെയാണ്? തുന്ദ്ര പ്രദേശങ്ങളിലെ സോംബെ, ഫുഫു, ക്വാങ്ക എന്നിവ മരച്ചീനി കൊണ്ടുള്ള വിഭവങ്ങളാണ്. സോംബെ, ഫുഫു, ക്വാങ്ക എന്നിവ മരച്ചീനി കൊണ്ടുള്ള വിഭവങ്ങൾ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? അത് നമ്മളുടെ ചോദ്യത്തിന് ആദ്യം ഉണ്ടായിരുന്നല്ലോ. ഭൂമധ്യരേഖാ പ്രദേശത്ത് മാസത്തെ ശരാശരി താപനില എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാർഷിക ശരാശരി താപനിലയും എത്ര തന്നെയാണ്? അതായത് മാസത്തേതും വർഷത്തേതും ശരാശരി താപനില എടുക്കുന്ന ടൈമിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്ര വരുന്നുണ്ട്? 27. ഈ ഫുഫു, ക്വാങ്ക എന്നിവയൊക്കെ ഏത് പ്രദേശങ്ങളിലെ മരച്ചീനി കൊണ്ടുള്ള വിഭവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? തുന്ദ്ര പ്രദേശങ്ങളിൽ നിന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇനിയും വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, അല്ലെ? വർഷം മുഴുവൻ കനത്ത മഴയും നല്ല വെയിലും ഉണ്ട്. ഇനിയും അതുകൂടാതെ മഴയുടെ അളവാണ് 175 മുതൽ 250 വരെ ഇവിടെ മഴ ലഭിക്കുന്നുണ്ട്. ഭൂമധ്യരേഖാ മേഖലകളിൽ മഴ ലഭിക്കുന്നു. 175 മുതൽ 250 വരെ വാർഷിക മഴ ലഭിക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ എന്ത് വരുന്നുണ്ട്? മാസികവും വാർഷികവുമായിട്ടുള്ള ശരാശരി താപനില എത്രയാണ് ഡാലിയ വരുന്നത്? താപനില ചോദിച്ചാൽ 27 അല്ലെ? 27.
ആൻഡ് 175 മുതൽ 250 സെന്റിമീറ്റർ വരെയാണ് എന്ത് ലഭിക്കുന്നത്? വാർഷിക മഴ ലഭിക്കുന്നു. വാർഷിക മഴ. ഇനി ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണം, ടെമ്പറേച്ചറും ഹൈ ആണ്, ബാഷ്പീകരണ തോതും ഹൈ ആണ്. കനത്ത മഴയ്ക്ക് കാരണം രണ്ട് കാര്യങ്ങളാണ്, താപനിലയും ബാഷ്പീകരണ തോതുമാണ് ഇവിടുത്തെ കനത്ത മഴയ്ക്ക് കാരണം. ചിലയിടങ്ങളിൽ സംവഹന വൃഷ്ടിയുമുണ്ട്, ശൈലവൃഷ്ടിയും സംഭവിക്കുന്നുണ്ട്. അതായത് പർവ്വത മഴയും സംവഹന വൃഷ്ടിയും ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്, ഈ ഭൂമധ്യരേഖയിൽ കാണപ്പെടുന്നുണ്ട്. ഇനി എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യ, ആഫ്രിക്ക തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളിലാണ്. എവിടെയൊക്കെയാണ്? ഇന്തോനേഷ്യയിലും ആഫ്രിക്കയിലുമാണ് ഈ ശൈലവൃഷ്ടി കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഇപ്പൊ ഇന്തോനേഷ്യയിലും ആഫ്രിക്കയിലും പർവ്വത പ്രദേശങ്ങളിലാണ് എന്ത് ലഭിക്കുന്നത്? ശൈലവൃഷ്ടി ലഭിക്കുന്നത്. അപ്പൊ ഇന്തോനേഷ്യയിലും ആഫ്രിക്കയിലും പർവ്വത പ്രദേശങ്ങളിലാണ് എന്ത് ലഭിക്കുന്നത്? ശൈലവൃഷ്ടി ലഭിക്കുന്നത്. ഇനി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളിമഞ്ചാരോ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലോ. അപ്പൊ ആഫ്രിക്ക എവിടേക്കാണ് നമ്മളിപ്പോ പറഞ്ഞത് ഒരു ശൈലവൃഷ്ടി ഉണ്ടാവുന്നത്? ആഫ്രിക്കയിലും ഉണ്ടാവും എന്ന് പറഞ്ഞു, ഇന്തോനേഷ്യയിലും ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ? ആഫ്രിക്കയിലും ഇന്തോനേഷ്യയിലും, അത് രണ്ടും ഓക്കെ ആണല്ലോ, ആഫ്രിക്കയിലും ഇന്തോനേഷ്യയിലും. ഇനി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായിട്ടുള്ള പ്രദേശത്തിന് പറയുന്ന പേരെന്താണ്? കിളിമഞ്ചാരോ. അപ്പൊ അത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ എന്താണ്? മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടുമുടിയാണ്. അതായത് ഈ ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങൾ എന്തൊക്കെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ചിലതെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ്. അപ്പൊ ഈ കിളിമഞ്ചാരോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കൊടുമുടിയാണ്. എവിടെയാണുള്ളത്? ആഫ്രിക്കയിലാണ് ഉള്ളത്. അപ്പൊ തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായി ഉപദ്വീപ് എന്നിവിടങ്ങളിലായി ഉഷ്ണമേഖലാ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പം തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായി ഉപദ്വീപ് എന്നിവിടങ്ങളിലായി ഉഷ്ണമേഖലാ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ ഉഷ്ണമേഖലാ മഴക്കാടുകൾ എവിടെയൊക്കെയാണ്? ആമസോൺ നദീതടം, ഇന്തോനേഷ്യയിൽ കുറച്ച് ഭാഗമുണ്ട്, മധ്യ പശ്ചിമ ആഫ്രിക്ക, മലായി ഉപദ്വീപ് എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു. അപ്പം ആമസോൺ നദീതടത്തിലൊക്കെ കാണപ്പെടുന്നത് എന്താണ്? സെൽവാസ്. ആമസോൺ നദീതടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകൾക്ക് ഉദാഹരണമാണ് സെൽവാസ്. ആമസോൺ മഴക്കാടുകൾ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ആമസോൺ മഴക്കാടുകളാണ് ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ. ഈ ആമസോൺ തടം ആക്ച്വലി എവിടെയാ ഉള്ളത്? തെക്കേ അമേരിക്കയിലാണ്. ഏത് ഭൂഖണ്ഡം? തെക്കേ അമേരിക്കയിലാണ് വരുന്നത്. ഇനി അവിടുത്തെ മഴക്കാടുകൾക്ക് പറയുന്ന പേരെന്തുവാ? സെൽവാസ്. അപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന കുറച്ച് ഈ ക്ലൈമറ്റിന്റെ അനുസരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ മേഖലകൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഭൂമധ്യരേഖാ പ്രദേശം, മഴക്കാടുകൾ, സാവന്ന, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നാളത്തേക്കൊന്ന് പഠിച്ചുകൊണ്ട് വരണം, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോഴേ ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്ഷൻ ആവാത്തുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ ആവും. മനസ്സിലാവും? ഒന്നുകൂടെ പഠിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായി ഉപദ്വീപ് എന്നിവിടങ്ങളിലായി ഉഷ്ണമേഖലാ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ആമസോൺ തടത്തിൽ കാണപ്പെടുന്നത് എന്താണ്? സെൽവാസ്. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വയ്യെങ്കിൽ എന്തായിരുന്നു MCQ എങ്കിലും മസ്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു നോക്കണം കേട്ടോ. ആമസോൺ മഴക്കാടുകൾ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. നിത്യഹരിത വനങ്ങൾ. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഇനി മലേഷ്യയിലുണ്ടല്ലോ, മലേഷ്യയില് അപ്പൊ മലേഷ്യയിലുള്ള സംഭവം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മലേഷ്യയിലുള്ളത് ദ്വിതീയ വനങ്ങൾ ബെലുഗാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ ആർബോറിയൽ ജീവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? മലേഷ്യയിലെ വനങ്ങള് മലേഷ്യ ബെലുഗാർ. ഇനി മരത്തിൽ ജീവിക്കുന്ന ജീവികളെ എന്താണ്? ആർബോറിയൽ ജീവികൾ എന്നറിയപ്പെടുന്നു. ആഫ്രിക്കയിലെ പിഗ്മികൾ, ആഫ്രിക്കയിൽ താമസിക്കുന്ന എന്താണ്? പിഗ്മികൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂമധ്യരേഖ റിലേറ്റ് ചെയ്ത് പിഗ്മികൾ എന്നൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? ആമസോൺ നദീതടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ ഉണ്ട്. മലേഷ്യയിൽ എന്താണ്? ഒറാങ് അസ്ലി.
ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിലെ പ്രധാനപ്പെട്ട തദ്ദേശവാസികളാണ്. അപ്പൊ ഇതെല്ലാം ആക്ച്വലി ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഭൂമധ്യരേഖ എന്ന് പറയുന്ന കാലാവസ്ഥാ മേഖലയിലെ പ്രധാനപ്പെട്ട തദ്ദേശവാസികളാണ് ആഫ്രിക്കയിലെ പിഗ്മികള്, ആമസോൺ നദീതടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ, മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ പ്രധാനപ്പെട്ട തദ്ദേശവാസികൾ. ഇവിടെ നിൽക്കുന്ന പരമ്പരാഗത കൃഷി രീതി സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ നിൽക്കുന്ന പരമ്പരാഗത കൃഷി രീതി സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുട്ടു കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ നിൽക്കുന്ന പരമ്പരാഗത കൃഷി രീതി സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുട്ടു കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നു. വെട്ടിച്ചുട്ടു കൃഷി. ഓക്കെ, പരമ്പരാഗത കൃഷി രീതി സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുട്ടു കൃഷി. എവിടെയാണ്? ഈ ഭൂമധ്യരേഖയുടെ കാര്യം ചോദിച്ചിട്ടില്ലേ? അപ്പൊ അത് നമ്മൾ പഠിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്തേലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നോക്കും. ഭൂമധ്യരേഖ മേഖലയിലെ പരമ്പരാഗത കൃഷി രീതി ഏതാണ്? വെട്ടിച്ചുട്ട് കൃഷി. കിട്ടിയോ? അപ്പൊ എവിടത്തെയാ? ഭൂമധ്യരേഖയിലെ. നെക്സ്റ്റ്, കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട, അത് നമ്മൾ ഇനി അടുത്ത പോയിന്റിൽ പഠിക്കും. മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ പൊതുവായി വിളിക്കുന്ന പേര്? ആർബോറിയൽ ജീവികൾ. ആർബോറിയൽ ജീവികൾ. കിട്ടിയോ? മലേഷ്യയിലുള്ള ദ്വിതീയ വനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മലേഷ്യയിലുള്ള ദ്വിതീയ വനങ്ങൾ ബെലുഗാർ. ബെലുഗാർ. കിട്ടിയോ? ലോകത്തിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? നിത്യഹരിത മരക്കാടുകൾ ആമസോണിലെ. ഭൂമധ്യരേഖാ മേഖലയിൽ ലഭിക്കുന്ന ശരാശരി വാർഷിക മഴയുടെ അളവ് 175 മുതൽ 250 സെന്റിമീറ്റർ വരെ ആണല്ലോ. നെക്സ്റ്റ്, ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ സ്ഥിതി ചെയ്തിട്ടും വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം? കിളിമഞ്ചാരോ. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? സെൽവാസ്. ഭൂമധ്യരേഖാ പ്രദേശത്തെ മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും എത്രയാണോ? 27. അപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം കിട്ടിയില്ലയോ? അങ്ങോട്ട് പോയപ്പോ എന്തോ ഒരു പാടായിരുന്നു ഇല്ലേ? ദൈവമേ, ഇതെല്ലാം അങ്ങനെ പഠിക്കുമെന്ന് വിചാരിച്ചു. ഭൂമധ്യരേഖാ പ്രദേശത്തെ മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? സെൽവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂമധ്യരേഖാ കാലാവസ്ഥയിലാണ് ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇനി ഇവിടുത്തെ വാർഷിക മഴ എന്ന് പറയുന്നത് 175 മുതൽ 250 സെന്റിമീറ്റർ വരെയാണ്. നെക്സ്റ്റ്, ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ നിത്യഹരിത മഴക്കാടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മലേഷ്യയിലെ ദ്വിതീയ വനങ്ങൾ ബെലുഗാർ എന്ന പേരിലും മരങ്ങളിൽ ജീവിക്കുന്ന ജീവികൾ ആർബോറിയൽ എന്ന പേരിലും മധ്യരേഖാ കാലാവസ്ഥാ മേഖലകള് വ്യാപകമായി കൃഷി ചെയ്യുന്നത് നമ്മളിപ്പോ നോക്കാം. ഇനി കാലാവസ്ഥാ മേഖലയിലെ പരമ്പരാഗത കൃഷി രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? വെട്ടിച്ചുട്ട് കൃഷി. മലേഷ്യയിലെ പ്രധാനപ്പെട്ട തദ്ദേശവാസികൾ ഏത് വിഭാഗമാണ്? മലേഷ്യയിലേത് ഒറാങ് അസ്ലി. പിഗ്മികൾ എവിടുത്തേതാണ്? പിഗ്മികളുടെ ചോദിക്കുവാണെങ്കിലോ, പിഗ്മികൾ ഇപ്പൊ പഠിച്ചത് എന്താണ്? ആഫ്രിക്ക. ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ എവിടെയാ? ആമസോൺ. മസായി നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലോ. മസായി ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, മറ്റേനകത്തുണ്ട്. ഓക്കെ. ഇനി മധ്യരേഖാ കാലാവസ്ഥ വ്യാപകമായി കൃഷി ചെയ്യുന്ന തോട്ടവിളയ്ക്ക് പറയുന്ന പേരെന്തുവാ? കൊക്കോയാണ്. മധ്യരേഖാ കാലാവസ്ഥയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് എന്താ? കൊക്കോ. ഇനി ഇത് കൂടാതെ കൈതച്ചക്കയുണ്ട്, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, എണ്ണപ്പന. കൈതച്ചക്ക, തെങ്ങ്, കാപ്പി, കരിമ്പ്, തേയില, വാഴ, ഇതെല്ലാം എവിടെ കാലാവസ്ഥയിൽ ഉണ്ട്? മധ്യരേഖാ കാലാവസ്ഥയിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ പറയട്ടെ. തുന്ദ്ര മേഖലയ്ക്ക് അത് 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുണ്ട്. ശൈത്യകാല താപനില -50. അപ്പൊ ഇവിടുത്തെ ആൻസർ നമ്മൾ എന്തുവായിരുന്നു? ഏത് വരുന്നത്? കൊക്കോ വ്യാപകമായിട്ട് കൃഷി ചെയ്തു. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടുമല്ലോ. ഈ മരച്ചീനി വിഭവങ്ങൾ സോംബെ, ബുഫു, അതൊക്കെ ജസ്റ്റ് ഓർത്തിച്ചാൽ മതി.
ഇനി നമുക്ക് അടുത്തത് എത്ര വരുന്നുണ്ട്? 175, 250. ബാഷ്പീകരണ തോത്, ഉയർന്ന താപനില. സംവഹന വൃഷ്ടിയും ശൈലവൃഷ്ടിയും ആഫ്രിക്കയിലും ഇന്തോനേഷ്യയിലും പർവ്വത പ്രദേശങ്ങളിൽ അങ്ങനെ ലഭിക്കുന്നുണ്ട്. പിന്നെ വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്താലും കിളിമഞ്ചാരോയിലാണ്. തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായി ഉപദ്വീപ് എന്നിവിടങ്ങളിലായി ഉഷ്ണമേഖലാ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ ആമസോൺ നദീതടത്തിൽ കാണപ്പെടുന്ന മഴക്കാട് എന്തുവാ? സെൽവാസ്. ഇപ്പൊ ഈ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നും ആരും അറിയപ്പെടുന്നുണ്ട്? ആമസോൺ മഴക്കാടുകൾ അറിയപ്പെടുന്നുണ്ട്, നിത്യഹരിത വനങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. മലേഷ്യയിലുള്ള ദ്വിതീയ വനങ്ങൾ ബെലുഗാർ എന്നറിയപ്പെടുന്നു. മലേഷ്യ ബെലുഗാർ. മരത്തിൽ ജീവിക്കുന്ന ജീവികൾ ആർബോറിയൽ ജീവികൾ. നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. നിത്യഹരിത മഴക്കാടുകൾ. ദെൻ ആഫ്രിക്കയിലെ പിഗ്മി, ആമസോണിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാർ, മലേഷ്യയിലെ ഒറാങ് അസ്ലി. ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷിരീതി സ്ഥാനമാറ്റ കൃഷിരീതിയാണ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കുറേശ്ശെ പഠിക്കുക, അതിന്റെ MCQs പഠിക്കുക. ഇപ്പം MCQs എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലയോ? അതിൽ 11 എണ്ണം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ചാപ്റ്ററോട് ഒന്നുകൂടെ നോക്കിക്കൊണ്ട് വരണം. അതിനകത്ത് നമ്മള് ഭൂമധ്യരേഖയുടേതും സാവന്നയുടേതും എല്ലാം ഡിഫറെന്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ടല്ലോ ബുക്കിനകത്ത്. അപ്പൊ അതൊന്ന് നന്നായിട്ട് നോക്കിയിട്ട് വരണം. ഓക്കെ, ഫയൽ ഒന്ന് നോക്കാം. ഉണ്ട്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.